നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ചെൽസി ആരാധകർ നെഞ്ചത്ത് കൈവച്ച് പറയണം, സ്വന്തം താരത്തിൻ്റെ പേരിൽ ഡിവിഷൻ ഉണ്ടാവുക ആരാധകർക്കിടയിൽ. വലിയൊരു വിഭാഗം ആരാധകർ ആ താരത്തെ കൂവി വിളിക്കുക, മറ്റൊരു വിഭാഗം ആരാധകർ താരത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ചാൻറ്റ് നടത്തുക. അങ്ങനെ വിയേർഡായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇന്ന് എൻസോ ഫെർണാണ്ടസ് ഈ ചെൽസി വേഴ്സസ് റയൽ സോസിഡാഡ് മത്സരത്തിൽ അഭിമുഖീകരിച്ചത്. ചെൽസിയുടെ സീസണിന് മുന്നോടിയായിട്ടുള്ള അവസാനത്തെ ഫ്രണ്ട്ലി മത്സരമായിരുന്നു. 3-1 ചെൽസി വിജയിച്ച് കയറിയ കളിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഒരു വിഭാഗം കുറച്ചാളുകൾ കൂവിയിരുന്നു. പിന്നെ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ വലിയ രൂപത്തിലുള്ള കൂവലുകൾ വരുന്നു, പിന്നാലെ ചാൻറ്റും വരുന്നു, അനുകൂലമായിട്ടുള്ള ചാൻറ്റ്. കളി അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അദ്ദേഹം ബോൾ ടച്ച് ചെയ്യുമ്പോഴൊക്കെ കൂവൽ, ഒപ്പം മറുഭാഗം അദ്ദേഹത്തിന് അനുകൂലമായി ചാൻറ്റും. ഒരു 50-50 എന്ന രൂപത്തിൽ അകരെ ആ സ്റ്റാൻഡിൽ ഡിവിഷൻ സംഭവിച്ച പോലെയാണ് തോന്നിയത്. സ്റ്റാൻഡിൽ പരസ്പരം ആർഗ്യൂ ചെയ്യുന്ന, എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ആർഗ്യൂ ചെയ്യുന്ന ആരാധകരെയും കാണാമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നമ്മൾ ഇതിന് മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഡിവിഷനാണ് സ്വന്തം പ്ലെയറുടെ പേരിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അൺബിലീവബിൾ. കളിക്ക് ശേഷം ഒരു ഫുൾ ലാപ്പ് ഓഫ് ഹോണറൊക്കെ അദ്ദേഹം പൂർത്തിയാക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കാരണം എൻസോ ഫെർണാണ്ടസ് ചെൽസി വിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന് വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി രംഗത്തുണ്ട്. എൻസോ മരേസ്ക അദ്ദേഹത്തെ എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാമ്പുമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോഴും ടോക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ചെൽസി ഇന്നലെ വെള്ളിയാഴ്ച UK സമയം 5 മണി വരെ ഒരു ഡെഡ് ലൈൻ വെച്ചിരുന്നു. 120 മില്യൺ സ്റ്റിർലിംഗ് പൗണ്ട് കൊടുക്കുകയാണെങ്കിൽ എൻസോ ഫെർണാണ്ടസിനെ കൊണ്ടുപോകാമെന്ന്. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി അങ്ങനെ ഒരു നീക്കം നടത്തിയില്ല. അത് കഴിഞ്ഞിട്ടും പക്ഷേ അവർ ക്ലബ്ബുമായിട്ടല്ല, ചെൽസിയുമായിട്ട് നേരിട്ടല്ല, മറിച്ച് എൻസോ ഫെർണാണ്ടസിൻ്റെ ഏജൻറ്റുമായിട്ടും മറ്റുമൊക്കെ ക്യാമ്പുമായിട്ട് കോണ്ടാക്ട് നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫബ്രീസിയോ അടക്കമുള്ള പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള ഈ സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും എൻസോ അവിടെ തുടരുകയാണെങ്കിൽ ചെൽസിക്ക് അദ്ദേഹത്തെ അവിടെ കീപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട്. എന്നാൽ ആരാധകർ അതെങ്ങനെ എടുക്കും എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് കണ്ടത് അത്യപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ സ്വന്തം താരത്തിൻ്റെ പേരിൽ ഡിവിഷൻ ഉണ്ടായിരിക്കുന്നു. ചെൽസി ആരാധകരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഏതെങ്കിലും താരത്തിൻ്റെ പേരിൽ ഡിവിഷൻ ഉണ്ടായത് ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. നമുക്ക് ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.